പല ഇൻ്റർവ്യൂസിലും പറഞ്ഞ കാര്യം തന്നെയാണ്. കഥ കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ക്യാരക്ടർ എന്നുള്ളതിലുപരി ഇതുപോലൊരു സബ്ജക്റ്റിൻ്റെ ഭാഗമാകണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ദാറ്റ്സ് ദ റീസൺ വൈ ഐ കൺവിൻസ്ഡ് ഹിം. ഓഡിഷൻ കൊടുത്ത് എനിക്കിത് ചെയ്യണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പം സിനിമ ഇത്രയും നന്നായി വന്നതിൽ ഐ ഫീൽ വെരി ഹാപ്പി. താങ്ക് യു. അതിലെനിക്ക് പറയാൻ പറ്റുന്നത് ഇറ്റ്സ് എ ഗുഡ് മൂവി. ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന മൂവിയാണ് ജയ് ഗണേഷ് എന്നുള്ള സിനിമ. ഒരു അസാധാരണമായിട്ടുള്ളൊരു കഥാപാത്രം, ഒരു ഹീറോയിൻ്റെ ഹീറോയിസം ഒക്കെ അല്ലാതെ എന്താ പറയുക, വളരെ മീനിങ് ഫുള്ളായിട്ട് കാണിക്കുന്ന ഒരു സിനിമയായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നെ നന്നായിട്ട് കൊണ്ടുവരാനും പറ്റി. ഓരോരോ കാര്യങ്ങൾ കണക്ട് ചെയ്യുന്ന രീതികളൊക്കെ എന്നും നമുക്ക് ത്രസിപ്പിക്കുന്ന രീതിയിൽ തന്നെ അത് കൊണ്ടുപോകാൻ പറ്റും. ജയ് ഗണേഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒന്നും പറയാനില്ല. ആ എഫോർട്ടിന് ഇത് വളരെ വലിയൊരു സക്സസ് ആവണം എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. അടിപൊളിയായിട്ട് ചെയ്തു, വളരെ ഭംഗിയായിട്ട് ചെയ്തു. ഇല്ല, ഐ ജസ്റ്റ് ടുക്ക് ഇറ്റ് ആസ് ഗണേഷ് ഇസ് എ നെയിം. അത് വെച്ചിട്ട് ഗണേഷ് എന്നാണ് എല്ലായിടത്തും ആളുടെ പേര് കാണിക്കുന്നത്. അപ്പം എൻ്റെ പേര് രാഹുൽ ആണെങ്കിൽ ചിലപ്പോൾ ജയ് രാഹുൽ എന്നായിരിക്കും. ഞാൻ അത്രയും നമുക്ക് നോക്കാം. അത് വേറെ സ്കോർ ചെയ്ത് 1-3 അതിന് ഉണ്ടെങ്കിലും ചേട്ടൻ സ്കോർ ചെയ്ത് 1-3 നല്ലൊരു വാച്ച്ഫുൾ മൂവിയാണ്. ഇതൊക്കെ സ്പിരിറ്റ് വർഷം കൂടെ അതൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ബ്രേക്ക് കിട്ടിയത് ജയ ഗണേഷിലാണ്. എല്ലാവരും വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം, ഫാമിലിയോടെ തന്നെ വരണം. അത്രയും. താങ്ക് യു.